ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രയാണത്തിന്റെ കഥ വല്ലാത്തൊരു കഥയാണ്. കാരണം തുടക്കത്തിലെ 6 മത്സരങ്ങളിൽ നിന്നും 5 തോൽവികൾ, സ്വന്തമാക്കാൻ കഴിഞ്ഞത് കേവലം ഒരേ ഒരു പോയിന്റ് മാത്രം. മനോവീര്യം തകർന്ന താരങ്ങൾ നിലാവത്തഴിച്ചുവിട്ട കോഴികളെ പോലെ ലക്ഷ്യബോധമില്ലാത്ത പാസുകളും ബാക്ക് പാസുകളുമായി ആരാധകരെ പോലും മടുപ്പിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഈ ഒരു ടീമിനെ എത്രമേൽ ആഴത്തിൽ സ്നേഹിക്കുന്നു എന്നതിനെ പോലും മറികടന്ന് ആരാധകർ ഗാലറിയിലേക്ക് വരാൻ മടിക്കുന്ന വിധം വെറുപ്പിക്കുന്ന ഫുട്ബോളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിന്റെ പകുതിയിൽ കാഴ്ചവെച്ചത്. ലക്ഷ്യബോധമില്ലാത്ത പാസുകളും വിജയതൃഷ്ണയില്ലാത്ത താരങ്ങളുടെ മനോവീര്യവും എല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ വല്ലാതെ ചൊടിപ്പിച്ചു. മാനേജ്മെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ആരാധകർ ഗാലറിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. പിന്നീട് നടന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത വിധം വളരെ വലിയൊരു ടേൺ അറൗണ്ട് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ ഇനി ആരുമില്ല എന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ ഒരാൾ വന്നു. ബംഗളൂരു എഫ് ഇന്ന് കാണുന്ന വരുത്തിട്ട ക്ലബ്ബാക്കി മാറ്റിയ 2013 അവരൊരു ഐ ലീഗ് ക്ലബ്ബായി രൂപീകരിക്കപ്പെടുന്ന സമയം മുതൽ അവരുടെ ക്ലബിന് വേണ്ടതെല്ലാം നട്ടു നനച്ച് നൽകിയ സൂപ്പർ പരിശീലകനായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ വരികയായിരുന്നു. ഡേവിഡ് കാറ്റാല എന്ന പരിശീലകൻ പാതിയിൽ വെച്ച് ക്ലബിനെ മടുത്തിട്ടിട്ട് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കാരണം ഈ ഒരു താരങ്ങളെ കൊണ്ടും ഈ ഒരു യൂണിറ്റ് സെറ്റ് ഓഫ് പ്ലേയേഴ്സിനെ കൊണ്ടും ഒന്നും എവിടെയും നേടാൻ കഴിയില്ല എന്ന് ഉറച്ച വിശ്വാസമായിരുന്നു. പ്രതീക്ഷകൾ ശൂന്യമാകുമ്പോൾ, പ്രതിസന്ധികൾ കടുക്കുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരും രക്ഷകന്മാരും അവതരിക്കുന്നത് എന്നുള്ള വേദവാക്യങ്ങളെ ശരിവെക്കുന്ന വിധം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകൾക്ക് വീണ്ടും ചിറകു തുന്നിപ്പിടിക്കുവാൻ ഒരു ഇതിഹാസ ജന്മം അവതരിച്ചു. അയാളുടെ പേര് ആഷ്ലി വെസ്റ്റ്വുഡ്. വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത വിധം വളരെ വലിയ സമാനതകളില്ലാത്ത ഒരു തിരിച്ചുവരവിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അതിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ നിതാന്ത ശത്രുവായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന സ്കോട്ടിഷ് ഫുട്ബോളറും മുൻ JFC താരവുമൊക്കെയായ പീറ്റർ ഹഡ്ലിയും പിന്നെ ആഷ്ലി വെസ്റ്റ്വുഡും ചേർന്ന് തന്ത്രങ്ങളുടെ ഉലയിൽ തെളിയിച്ചൊരുക്കിയ വിജയമിശ്രണങ്ങളുടെ കരുത്തിന്റെ മികവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീട് പടികൾ ഓരോന്നായി ചവിട്ടിക്കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബംഗളൂരുവിനെ അവരുടെ തട്ടകത്തിൽ പോയി 1-നെതിരെ 2 ഗോളുകൾക്ക് തകർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മോശം സീസണിൽ കൂടി കടന്നു പോകുമ്പോൾ ഇവാൻ വുക്കോമനോവിച്ച് എന്ന കൊടികെട്ടിയ പരിശീലകന് പോലും കഴിഞ്ഞിട്ടില്ലാത്ത നേട്ടം ബംഗളൂരുവിനെ അവരുടെ മണ്ണിൽ പോയി ബിരിയാണി തീറ്റിക്കുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ചിരകാല സ്വപ്നമായിരുന്നു. ആ സ്വപ്നം പൂവണിയിക്കാൻ ഇയാൾക്ക് കഴിയുന്നു. കാരണം ഇയാൾക്കല്ലാതെ മറ്റാർക്കതിന് കഴിയും? ബംഗളൂരുവാക്കിയ പരിശീലകൻ, ശ്രീകണ്ഠീരവയിലെ ഓരോ പുൽനാമ്പുകളെ കുറിച്ചും വളരെ കൃത്യമായിട്ട് അറിയുന്ന ആഷ്ലി വെസ്റ്റ്വുഡിന് ബംഗളൂരുവിനെ തോൽപ്പിക്കുക എന്നുള്ളത് പൂ പറിക്കുന്നത് പോലെ ലാഘവമില്ലാത്ത പരിപാടിയായിരിക്കും. അവിടം കൊണ്ട് തീരുകയായിരുന്നല്ല. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നമ്മൾ കണ്ടത് പീറ്റർ ഹഡ്ലി എന്ന പരിശീലകന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഉദിച്ചുയരുന്ന, തിരിച്ചുവരുന്ന, ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് 16 പോയിന്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എത്ര മനോഹരമായിട്ടുള്ള പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പിന്നീടുള്ള മത്സരങ്ങളിൽ കാഴ്ചവെച്ചത്. മുന്നിൽ വരുന്ന എതിരാളികളെ മുഴുവൻ വെട്ടിവീഴ്ത്തി കേരള ബ്ലാസ്റ്റേഴ്സിനെ പോയിന്റ് പട്ടികയിൽ പടിപടിയായി അയാൾ ഉയർത്തിവെച്ചു. ഈ ഒരു സീസൺ അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് തല ഉയർത്തി നിന്ന് പറയാൻ കഴിയും, ഞങ്ങൾ മോശമാക്കിയില്ല, ഞങ്ങൾ ഈ കളി നേരത്തെ കളിച്ചിരുന്നെങ്കിൽ എതിരാളികൾക്ക് തൊടാൻ പോലും കഴിയാത്ത ഉയരത്തിൽ എത്തുമായിരുന്നു. സത്യമാണ്. ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന കോച്ചും അദ്ദേഹത്തിന്റെ സെറ്റ് ഓഫ് പ്ലേയേഴ്സ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അടുത്ത സീസണിൽ നമുക്ക് കപ്പടിക്കാം. പക്ഷേ ഇത് ബ്ലാസ്റ്റേഴ്സ് ആണ്. കോൺട്രാക്ട് എക്സ്റ്റൻഷനെ കുറിച്ച് വെസ്റ്റ്വുഡ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഫ്രാൻചോയിനെ പോലും ഫാലോയെ പോലെയും കെവിനിയോക്കിനെ പോലെയും ഹൃദയം പറിച്ച് കയ്യിലെടുത്തു വെച്ച് പോരാടുന്ന ഒരുപിടി പോരാളികൾ നമുക്കുണ്ട്. ആ പോരാളികൾക്ക് വിജയമിശ്രണം തയ്യാറാക്കാനുള്ള ബാക്കിംഗ് നൽകാൻ ഈ ഒരു മാനേജ്മെന്റ് തയ്യാറാകുമോ എന്നുള്ള ചോദ്യം കൂടി ഇവിടെ പ്രസക്തമായി ഉയരപ്പെടും.